വിനീത, തിരക്കിട്ട ചർച്ചകൾ കൂടിക്കാഴ്ചകളൊക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ടല്ലോ. കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി തന്നെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ ധരിപ്പിക്കുന്നു. എന്തൊക്കെ കൂടിയാലോചനകൾ, ചർച്ചകൾ ഡൽഹിയിൽ വിനീത? ഉന്മേഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നടക്കുന്നത് കോൺഗ്രസിന്റെ ഒരു യോഗം ഇപ്പോൾ AICC ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിൽ അവൈലബിൾ ആയിട്ടുള്ള നേതാക്കളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ആ യോഗം ചേർന്നത്. നാളെ ഈ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായാണ് ഈ യോഗം ചേർന്നത്. നിലവിലെ സ്ഥിതിഗതികൾ കോൺഗ്രസ് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ഒപ്പം തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കണം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഇപ്പോൾ ഈ ചേരുന്ന യോഗത്തിൽ പാർട്ടി ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ ഇന്ന് രാവിലെയൊക്കെ വലിയ പിന്തുണ ഈ തിരിച്ചടിക്ക് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സൈന്യത്തിന് വലിയ അകമഴിഞ്ഞുകൊണ്ടുള്ളൊരു പിന്തുണയും ഒപ്പം അകമഴിഞ്ഞുകൊണ്ടുള്ള ഒരു ആശംസയും ഒക്കെ നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് യോഗം ചേർന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് ഒക്കെ സമാനമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും മേഖലകളിൽ അത്തരത്തിലേക്ക് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഒരു വശത്ത് പുരോഗമിക്കുന്നുമുണ്ട്. ഇന്ന് ഈ ഇന്ത്യ തിരിച്ചടിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ സൈനിക മേധാവികളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവരെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി അവരുമായി സംസാരിച്ചു. തൊട്ടു പിന്നാലെ തന്നെ പ്രതിരോധ മന്ത്രി സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോകില്ല എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പാക് മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോജഹുസൈൻ അടക്കം അത്തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൊട്ടു പിന്നാലെ ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു. ഞങ്ങൾ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു എന്നൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പറയുന്നൊരു പശ്ചാത്തലമുണ്ട്. അപ്പം പാകിസ്ഥാൻ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി പറയുമ്പോഴും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പറയുന്ന അവരുടെ പ്രസ്താവനകളിലോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിലോ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്തൊരു രാജ്യം കൂടി തന്നെയാണ്. അവരുടെ ഈ ഭീകരാക്രമണത്തിനെതിരെയുള്ള നമ്മൾ അത്തരം ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട് താനും. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. വിനീത തുടരുക. ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇങ്ങനെ അവകാശവാദങ്ങളും വീരവാദങ്ങളും ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ഇന്ത്യ അത്തരത്തിലൊരു പാക് ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടോ ദിലീപ് കുമാർ? ഉന്മേഷ്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന പ്രതീക്ഷ മാത്രമല്ല, അതിനുവേണ്ട മുൻകരുതൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിൽ സർവ്വസജ്ജമായി സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. സൈന്യത്തിൻ്റെ 3 വിഭാഗങ്ങളും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. അർദ്ധസൈനിക വിഭാഗത്തിലുള്ളവരുടെ അവധി റദ്ദാക്കി അവരോട് തിരികെ എത്തുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരുക്കങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ രാവിലെ ചേർന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗം സൈന്യത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് തിരിച്ചടിക്ക്. എപ്പോൾ, എങ്ങനെ, ഏതു വഴിക്ക് തിരിച്ചടിക്കണം എന്ന കാര്യത്തിലെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് പാക് PMO അറിയിച്ചിട്ടുള്ളത്. 3:30 പാകിസ്ഥാൻ സമയം 3:30 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ ജനതയെ അഭിസംബോധന ചെയ്യും എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇവർ തിരിച്ചടിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സൈന്യം സജ്ജമാണ്. മാത്രമല്ല, ഇന്നത്തെ വാർത്താസമ്മേളനം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച 2 വനിതാ ഓഫീസർമാർ, അവർ ഇക്കാര്യം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഈ വാർത്താസമ്മേളനം അവസാനിക്കുമ്പോൾ അത് ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞത്, പാകിസ്ഥാൻ അതിസാഹസത്തിന് തുനിയുകയാണെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ്. ആ നിലയിലുള്ള ഒരുക്കങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുമുണ്ട്. ഉന്മേഷ്. ശരി, ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.